ഓക്കെ, നമ്മൾ ഇന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയ പ്രധാന ക്യാമ്പസ് ആണല്ലോ ഡൽഹിയിലെ. ഈ ക്യാമ്പസിൽ വന്നപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ കണ്ടു. അവർ മലയാളീസ് നമുക്ക് വിവിധ ക്യാമ്പസിലെ UG പഠിച്ചു, പിന്നീട് ഇപ്പോൾ ജാമിയയിലെത്തിയവരും JNUവിലുള്ളവരുണ്ട്. അപ്പോൾ JNUവിൽ ഇപ്പോൾ സോഷ്യോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹനാനയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഹനാന ഇവിടെ UGക്ക് തന്നെ വന്നതാണ്. DU ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജാണ്. അവിടെ നിന്നാണ് സോഷ്യോളജി കഴിഞ്ഞ ശേഷം JNU വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും. പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടികൾ, പെൺകുട്ടികൾക്ക് ഡൽഹി എന്ന് പറയുന്നത് ആഗ്രഹമായിരിക്കുമ്പോഴും ഇവിടെയും എത്തിപ്പെടാനുള്ള ചില പ്രയാസങ്ങൾ, ഹിഡ്രൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ചെല്ലാം ഒന്ന് ചോദിച്ചറിയാം. ഹനാന പ്ലീസ്. ഗ്രാജുവേഷൻ സർ പറഞ്ഞതുപോലെ മിറാണ്ട ഹൗസിൽ BA സോഷ്യോളജി ഓണേഴ്സ് ആയിരുന്നു. കറൻ്റ്ലി മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ. ഞാൻ നാട്ടിൽ കോഴിക്കോടാണ് എൻ്റെ നാട്. പിന്നെ ഞാനും ഇതുപോലെ +2 പഠിക്കുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ പറ്റി ധാരാളം കേൾക്കുകയും, അപ്പോൾ അതിന് എൻ്റെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ വീട്ടിൽ പറയുകയും വീട്ടിൽ അപ്ലൈ ചെയ്തോ നമുക്ക് നോക്കാം എന്നുള്ളൊരവസ്ഥയായി. പിന്നീട് അവർ അന്വേഷിക്കുകയും പിന്നെ ഇവിടെ ഡൽഹിയിലുള്ള ഒരുപാട് ആളുകളായിട്ട് സീനിയേഴ്സും മറ്റ് ഹെൽപ്പ് ഡെസ്ക്, ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റി ബേസ്ഡ്, പല അർത്ഥത്തിലുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡിലൊക്കെ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നെറ്റ്വർക്കൊക്കെ കണക്ട് ചെയ്ത് പാരൻസ് ഒരുമിച്ച് വന്നു. ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റൽ അവൈലബിൾ അല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അവർ തന്നെ കണക്ട് ചെയ്തൊരു നെറ്റ്വർക്ക് വെച്ച് ഞങ്ങൾക്ക് റൂമൊക്കെ എടുത്തു തന്നു. അങ്ങനെ അവർ തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടാണ് പോയത്. പിന്നെ അതിനുശേഷം അവിടെ 3 വർഷം പഠിച്ചു. പിന്നെ കോവിഡിൻ്റെ സമയത്തായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ അഡ്മിഷനൊക്കെ. അപ്പം പിന്നെ ഇപ്പോൾ ഹോസ്റ്റലുണ്ട്. JNUവിൽ എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടും. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഞാനൊരു ഗേൾ ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിന് ഞാൻ പറയാം, അതായത് ഗേൾസിനായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും എളുപ്പമല്ല ഒന്നും, എല്ലാം എളുപ്പമാണ് എന്നൊന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ടാവും. പക്ഷേ ഒരിക്കലും അതൊന്നും ഇവിടെ ഇതുപോലെയുള്ളൊരു അവസരം നിഷേധിക്കാൻ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭാഷ ഒരു വെല്ലുവിളിയാണ്. ഫുഡ്, കൾച്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ കുറച്ചുകൂടി ഡിറ്റർമൈൻഡ് ആണെങ്കിൽ ഇത്രയും നല്ല അവസരങ്ങൾ നമ്മൾ മലയാളികളായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതോ കോർണറിലായതുകൊണ്ട് 2 ദിവസം എടുക്കും ഡൽഹിയിൽ എത്താൻ എന്നുള്ളത് കൊണ്ട് എത്തിപ്പെടാതെ പോകരുത്. അത്രയും നല്ല അവസരങ്ങളാണ്. അപ്പം നമ്മളൊരു പ്രൊഫഷൻ വൈസ് മാത്രമല്ല, നമ്മളൊരു പേഴ്സൺ, ആസ് എ പേഴ്സൺ, നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ജീവിതത്തിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകളിലും നല്ലൊരു വ്യക്തി എന്ന നിലയിൽ വളർത്തിയെടുക്കാൻ തന്നെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു അവസരം തന്നെയാണ്. അപ്പം എല്ലാവരും ഈ ഉള്ള അവസരങ്ങളെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും മാക്സിമം മുന്നോട്ടൊക്കെ വരണം എന്ന് ഞാനും എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാണ്, അവർ എഫേർട്ട് എടുക്കാൻ വേണ്ടി. ഇവിടെ സോഷ്യോളജി ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോഷ്യോളജിയിൽ പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റി പഠിക്കേണ്ടായി. ഒന്ന് DUവിൽ പഠിച്ചു, ഇപ്പോൾ JNUവിലാണ്. അപ്പോൾ അങ്ങനെ UGക്ക് വരുമ്പോഴുള്ള ഒരു അവസ്ഥയും ഇപ്പോൾ PG അവസ്ഥയും 2 കോളേജിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. ഞങ്ങളുടെ സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റ് ബേസിലായിരുന്നു അഡ്മിഷൻ കിട്ടിയത്. പിന്നെ എക്സ്പോഷർ വളരെ കൂടുതലായിരുന്നു. ഞാൻ ഹ്യൂമാനിറ്റീസൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഗ്രാജുവേഷൻ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് സോഷ്യോളജി, ഞാൻ ഇത്രയും നാൾ പഠിച്ചത് സോഷ്യോളജി ആയിരുന്നില്ല എന്നുള്ളത്. അപ്പം ആ ഒരു ഡിസിപ്ലിനെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആ ഒരു ഡിസിപ്ലിനിലേക്ക് കൂടുതൽ എത്തിച്ചേരാനും ഗ്രേഡ്സിനപ്പുറത്തേക്കും ഈ ഒരു ഡിസ്കോഴ്സിലെ ഉള്ളിലേക്കൊക്കെ എത്തിപ്പെടാനും അങ്ങനെയൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാജുവേഷൻ പീരീഡ് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു റാഡിക്കൽ ഷിഫ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഡിറ്റർമൈൻഡ് ആയിരുന്നു, ഞാൻ ഗ്രാജുവേഷൻ എന്തായാലും JNU തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ എനിക്ക് അൽഹംദുലില്ലാഹ് അവിടെ എത്തിപ്പെടാൻ പറ്റി. അപ്പം ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ള ഒരു പിയർ ഗ്രൂപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും നമ്മുടെ പ്രൊഫസേഴ്സ് ആണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ വരെ അത്രയും കോമ്പറ്റേറ്റീവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ഒരു ഡെയിലി നടക്കുന്ന ഒരു ഡെയിലി റൂട്ടീനപ്പുറത്ത് പുറത്ത് PG ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഡിസിപ്ലിനിൽ ഒന്നുകൂടിയും ട്രെയിൻഡ് ആവുക, റൈറ്റിങ്, റീഡിങ്, അനലൈസിങ്, അങ്ങനത്തെ കാര്യങ്ങളിൽ. അങ്ങനെ ഒരു
വലിയ വലിയ സ്വപ്നം കാണുക, അല്ലെങ്കിൽ ഉയർന്ന് ചിന്തിക്കുക, മുന്നോട്ടുള്ള വഴികളെ പറ്റി ചിന്തിക്കുക, അങ്ങനെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് മൊത്തത്തിലുള്ളത്. ആക്ച്വലി നമ്മൾ നോക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇനി വരണമെങ്കിൽ തീർച്ചയായും ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതിൻ്റെ പേരാണല്ലോ CUT. ഇപ്പോൾ CUT ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിൻ്റെ ഒരു മിഷൻ്റെ ഭാഗമാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഹനാനിയും അതിലെ ട്രെയിനറാണ്, കോച്ചാണെന്നൊക്കെ അറിഞ്ഞുള്ള സന്തോഷം. അപ്പോൾ അടുത്തൊരു തലമുറയെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം.